സോറിയാസിസിൻ്റെ ഡയഗ്നോസ് ശരിക്കും നമ്മുടെ അപ്പിയറൻസ് ഡോക്ടേഴ്സ് ഏതാണ് എങ്ങനെയാണെന്ന് കണ്ടാണ്. ഇപ്പം മൈൽഡർ ഫോം നമ്മൾ മുടിയിൽ താരൻ പോലെ വരുമല്ലോ തലയിൽ, അതൊരു മൈൽഡർ ഫോമായിട്ട് ഓരോ അല്ലാതെ എടുക്കാം. ചിലരിൽ മാത്രമേ ഇപ്പോൾ താരം വന്നെന്ന് കരുതി എല്ലാവർക്കും അത് സോറിയാസിസായിട്ട് മാറണമെന്നില്ല. പക്ഷേ ഇങ്ങനെ കട്ടിപ്പും ഫ്ലേക്കിങ് പോലെ ഒത്തിരി കൂടുവാണെങ്കിൽ അതൊരു സോറിയാസിസ് ആണോ എന്ന് നമ്മൾ ഡൗട്ട് എടുത്ത് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. നമ്മുടെ മൂക്കിന് ചുറ്റും വായ്ക്ക് ചുറ്റും. അതുപോലെ തന്നെ സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഒരു ഫോമാണ് ഈ താരൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ രീതിയിൽ ചിലപ്പം മൈൽഡർ ഫോം ഓഫ് സോറിയാസിസ് വരാം. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അത് ഏതാണെന്നൊക്കെ. പക്ഷേ സിവിയർ ഫോമിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വെരി ക്ലിയർ ആണ്. ഡോക്ടേഴ്സിനും പേഷ്യൻസ് തന്നെ ഇപ്പം നമ്മളെപ്പോഴും ഒരു ഇത് വരുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് സ്കിന്നാണെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്താണല്ലോ പോകുന്നത്. അപ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡയഗ്നോസ് ചെയ്യാം. അത് തന്നെ സോറിയാസിസ് തന്നെ ഇപ്പം സ്കിൻ നമുക്ക് ഇതിൽ വരുമ്പം കട്ടേജ് സോറിയാസിസ്, പസ്റ്റുല സോറിയാസിസ്, എറിത്രോഡെർമ സോറിയാസിസ്, അങ്ങനെ പല ഡിഫറെൻറ്റ് വിഭാഗങ്ങളായിട്ട് അതിൻ്റെ അപ്പിയറൻസ് വെച്ച് സോറിയാസിസ് തന്നെയായിരിക്കും, അത് പല രീതിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ടൊക്കെയുള്ള കൺഫ്യൂഷനുകളാണ്. പിന്നെ ചില സോറിയാസിസും വേറെന്തെങ്കിലും സ്കിൻ ഡിസീസാണോ എന്നുള്ള കൺഫ്യൂഷനും ഒക്കെ വരാമെന്ന് മാത്രമേ ഉള്ളൂ.